ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് അത് കണക്ക് തന്നെ വയ്യാത്ത ആൾക്കാരൊക്കെ ഈ സ്റ്റാൻഡിനകത്ത് വണ്ടി ഇറങ്ങി വരുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതാ ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഭയങ്കരമായ കുഴിയാണ്. തുള്ളിയെ കുറിച്ച് എങ്ങനെ വണ്ടി ഇടുന്നത് ബസ് യാത്രക്കാര് ഇതുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ ഈ സ്റ്റാൻഡിനകത്ത് വരാത്തത്. കാര്യം ഈ സ്റ്റാൻഡിനകത്ത് വന്ന് അവർ അത്രയും ബുദ്ധിമുട്ടാണ് ഈ കുഴിയിലൊക്കെ ചാടി, അതുകൊണ്ടാണ് എല്ലാവരും മോളിൽ ഇരിക്കുന്നത്. നമസ്കാരം. ബസ്സുകൾ കുളങ്കര കളിക്കുന്ന വർക്കല മുനിസിപ്പാലിറ്റിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു മാസം 97,500 രൂപ വരുമാനമുണ്ടായിരുന്നിട്ടും കെടുകാര്യസ്ഥതയുടെ കൂത്തുപറമ്പാകുന്നു വർക്കല മുനിസിപ്പാലിറ്റി. നമ്മുടെ റിപ്പോർട്ടർ PY ബിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്റെ നഗരം സുന്ദര നഗരം എന്നാണ് വർക്കല മുനിസിപ്പാലിറ്റിയുടെ മുദ്രാവാക്യം. എന്നാൽ വർക്കല മുനിസിപ്പാലിറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ കുളവും കരയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോ ദിവസവും 130ഓളം പ്രൈവറ്റ് ബസ്സുകളും 10 KSRTC ബസ്സുകളും 2 വർക്കല കർണാടക ബസ്സുകളും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡാണിത്. ബസ്സിന്റെ ടയറുകളും പ്ലേറ്റുകളും മറ്റ് സ്പെയർ പാർട്സ് ഭാഗങ്ങളും ഡാമേജ് ആകുന്നു. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് വർക്കല മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. ഇത് കാര്യം വെച്ചാൽ ഡെയിലി വന്ന് നമ്മളെ പൈസ എല്ലാ ബസ്സുകാരെയും നിന്നും പൈസ പിരിക്കുന്നുണ്ട്. പക്ഷേ 20-25 രൂപ വെച്ച് ഡെയിലി പിരിക്കുന്നുണ്ട്. ഒരു 100ഓളം ബസ് ഇവിടെ വരുന്നു, അതിന് ലാഭം അവർക്ക് കിട്ടുന്നുണ്ട്. അതിനെ ടെൻഡർ കൊടുക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ അവർ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഒരു നമ്മളവിടെ ബസ് കയറ്റാതെ പോകണമെങ്കിൽ നമുക്ക് 7,500 രൂപയാണ് ഫൈൻ കിട്ടുന്നത്. കാര്യം വെച്ചാൽ ഇവിടെ കയറ്റിയുള്ള അവസ്ഥയെന്ന് വെച്ചാൽ ഡെയിലി പ്ലേറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മുതലാളി നഷ്ടം സഹിച്ച് ഓടുമോ? എല്ലാ മുതലാളിയും വണ്ടി കട്ടപ്പുറത്ത് കയറ്റാൻ അവസ്ഥയാണ്. ഞാൻ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ വർക്കല മുനിസിപ്പാലിറ്റിക്കാരോട്, ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. റോഡ് എങ്ങനെയും ഒന്ന് ക്ലിയർ ആക്കി തരണം. നമുക്ക് സ്റ്റാൻഡിൽ കയറാൻ നിവർത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെയാണ്. മാക്സിമം ഒന്ന് ക്ലിയർ ആക്കി തരാനുള്ള നടപടി എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇതിലൊക്കെ വന്ന് വീട് വണ്ടി പ്ലേറ്റൊക്കെ ഓടിയുണ്ടായത് ഭയങ്കര ഡേഞ്ചറാണ് കട്ടത്. ഈ റോഡ് മൊത്തം ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഏറ്റവും വലിയ തന്നെ കട്ടത്. പ്ലേറ്റ് വണ്ടിക്ക് കംപ്ലൈന്റ് ആണ്. മഴക്കാലമായാൽ ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറയുന്നത് കാരണം യഥാർത്ഥ കുഴി മനസ്സിലാക്കാൻ കഴിയാതെ ടയറുകൾ ഗട്ടറിൽ വീഴുന്നു. ഗർഭിണികളും വൃദ്ധജനങ്ങളും കുട്ടികളും ഇതിന്റെ അപകടം അനുഭവിക്കേണ്ടി വരുന്നു. ഈ സ്റ്റാൻഡിന് 20-25 രൂപ പിരിവ് കൊടുക്കുക. ഈ പിരിവ് കൊടുക്കുന്ന ആൾക്കാർക്ക് പിടിച്ച ആൾക്കാർ ചോദിക്കാൻ പറയുന്നത് അവർ ഫണ്ട് ഫുള്ളെല്ലാം കൊടുത്തിട്ടാണ് അവരിത് ലേലത്തിൽ എടുത്തുകയാണ്. പക്ഷെ അവർക്ക് ഈ മണ്ണിടാൻ ഒന്നും പറയുന്നത് ഈ വണ്ടി ഇത്രയും 130 ബസ് സ്റ്റാൻഡ് വഴി കയറി ഇറങ്ങി പോവാണ്. അത് ഈ വണ്ടി ഇതിനകത്ത് കയറിയില്ലെങ്കിൽ 7,500 രൂപ പറ്റി. എങ്ങനെയാണ് ഈ വണ്ടി തിരിഞ്ഞ് കറങ്ങി വരുന്നത്? ഇതൊന്നും ഈ പൈസയെല്ലാം എവിടെ പോകണം? ഈ വണ്ടി തന്നെ എത്ര രൂപ വെച്ച് പിരിക്കുന്നുണ്ട് ആൾക്കാർ? 130 ബസ് ഇവിടെ ഓടുന്നുണ്ട്. ഇതിനെല്ലാം 25 വെച്ച് പിരിക്കുവാണ്. അപ്പോൾ ഇതിന് നല്ല ഫണ്ട് അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ആരും ഇത് കണ്ട മട്ടും പോലും എടുക്കുന്നില്ല. അല്ല, ഇത് ഈ അടുത്ത സമയത്ത് ടാർ ചെയ്തതായിട്ട് അറിയുന്നല്ലോ. ഈ ടാർ ചെയ്തതിന്റെ ഗുണമാണ് ഈ കിടക്കുന്നില്ല, കണ്ടില്ലേ? അപ്പൊ അറിയാലോ ഇത് എന്താണ് അഴിമതി നടന്നിട്ടുള്ളത്. സൂപ്പർ അഴിമതി നടന്ന് നല്ലോണം അറിയാം. കാരണം ഇവിടെ അതുപോലെ വളക്കുന്നെടുത്ത് ഈ വണ്ടി കയറില്ല. ഇത്രയും ആൾക്കാരെ കൊണ്ട് ഈ വണ്ടി എങ്ങനെ വളഞ്ഞു പോകും? ദേവസ്വം പ്ലാറ്റിൽ പൊട്ടിച്ച് മാറേണ്ട സമയമുള്ളൂ. മനസ്സിലായില്ലേ? 7,500 രൂപ ചെക്ക് റിപ്പോർട്ട് വണ്ടി കയറിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതിയെല്ലാം പിടിച്ചില്ല. ഒരു ബസ്സിന് മുനിസിപ്പാലിറ്റി യൂസർ ഫീ ആയി ഈടാക്കുന്നത് ഒരു ദിവസം 25 രൂപയാണ്. ബസ്സുകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറാതെ പോയാൽ പിഴയായി നൽകേണ്ടത് 25,000 രൂപയും. ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാതെ തിരക്ക് പിടിച്ച റോഡിന്റെ വശങ്ങളിൽ ബസ് കാത്തു നിൽക്കുന്ന ഗതികേടിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പൊളിഞ്ഞിടക്കാണ്. ഇത് വണ്ടി സ്റ്റാൻഡിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള ടൈമിങ് കിട്ടൂല. ആദ്യം അമ്പലത്തിന്റെ അവിടെ തന്നെ കയറുന്ന സൈഡിൽ ഭയങ്കരമായ ഒരു കുഴി ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവിടെ വഴക്ക് പറഞ്ഞാണ് പിന്നെ അവർ അപ്പുറത്ത് റെയിൽവേയുടെ പണി നടക്കുന്ന എന്തോ കോൺക്രീറ്റ് കൊണ്ടിട്ട് കുറച്ചടച്ചു. പക്ഷെ ആ വലയ സൈഡ് വീണ്ടും വലിയ കുഴിയായിട്ടാണ് നടക്കുന്നത്. അത് എത്ര ചവിട്ടി ഇറക്കിയാലും നിൽക്കില്ല, വണ്ടിയുടെ പ്ലാറ്റ് പൊട്ടുന്നു. പിന്നെ അത് തന്നെ പാസഞ്ചർക്ക് ഈ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് അത് കണക്ക് തന്നെ വയ്യാത്ത ആൾക്കാരൊക്കെ ഈ സ്റ്റാൻഡിനകത്ത് വണ്ടി ഇറങ്ങി വരുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതാ ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഭയങ്കരമായ കുഴിയാണ് വണ്ടി അടിച്ചടിച്ച് പോണത്. ഇത് അത് തന്നെ ഈ എല്ലാവരും ഇരിക്കുന്ന യാത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ്. അതുമല്ല വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാറ്റ് പൊട്ടുന്നു, അത് മാറാനുള്ളത്. പിന്നെ അതല്ലാതെ വണ്ടിയുടെ ഓരോരോ പാർട്സുകൾ. ബസ് ജീവനക്കാരെ നിങ്ങൾ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്? ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ അടുത്ത് ഇവിടെ ഒരു കുഴി എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് മണ്ണ് വെട്ടിയോടെ ഇട്ട് അത് 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് അതളവി അങ്ങ് പോയി. വീണ്ടും വലിയ കുഴിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ പറയാനുള്ള ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരിത കർമ്മസേനയുടെ വാഹനങ്ങളും ഈ ഗതികേട് അനുഭവിക്കും. ക്യാമറമാൻ വിനയനോടൊപ്പം PY ബിലാൽ, നവലോകം ന്യൂസ്, വർക്കല.